ഉത്തർപ്രദേശിലെ പഴയ ലക്നൌവിലെ ഇടുങ്ങിയ ഗല്ലിയിൽ മണ്ണെന്ന വിളക്കിന്റെ അരണ്ട വെളിച്ചം മാത്രം നിറഞ്ഞ മുറിയിൽ നൂർജഹാൻ നിന്നു. അവളുടെ കൈകളിൽ സ്റ്റീൽ പാത്രവും കറിയും ഉണ്ടായിരുന്നു. ഭർത്താവ് ഇർഫാനെ വിളിക്കാൻ അവൾക്ക് ഭയമായിരുന്നു. പതിവ് പോലെ ഇന്നും വീട്ടിൽ ഇറച്ചിയോ മീനോ ഇല്ല. ഏട്ടാ, ചോർ വിളമ്പിക്കോട്ടെ. നൂർജഹാന്റെ ശബ്ദം ഒരു നേർത്ത മന്ത്രം പോലെയായിരുന്നു പേടിച്ചു താഴ്ന്നത്. ഇന്ന് പച്ചക്കറി, മസാലയും ഉപ്പേരിയുമാണ് വെച്ചിട്ടുള്ളത്. നൂർ, നീ എന്തിനാണ് എന്നെ കളിയാക്കുന്നത്? ഇന്നലെ മീൻകറി, ഇന്ന് പച്ചക്കറി. ഈ വീട്ടിൽ ഒരാൾക്ക് നല്ലൊരു കഷ്ണം ഇറച്ചി കഴിക്കണം എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം? വീട്ടിലിരിക്കുന്ന നിനക്ക് വേറെന്തെങ്കിലും ഉണ്ടാക്കാൻ അറിയില്ലേ? നൂർജഹാന്റെ കണ്ണുകൾ നിറഞ്ഞു. ഏട്ടാ, പച്ചക്കറി പോലും ഞാൻ കടം പറഞ്ഞാണ് വാങ്ങിയത്. ഇന്നലെ ഏട്ടൻ തന്ന കുറച്ച് പൈസ അത് ഉമ്മാക്ക് മരുന്ന് വാങ്ങാൻ. അതിന്റെ ബാക്കിയേ ഉണ്ടായിരുന്നുള്ളൂ. മകന്റെ സ്കൂൾ ഫീസിന്റെ കാര്യം. നിർത്തൂ. എന്റെ മുന്നിൽ വന്ന് പൈസയുടെ കണക്ക് പറയരുത്. പണം ഉണ്ടാക്കേണ്ടത് എന്റെ ജോലിയാണ്. നിന്റെ ജോലി അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കുക, മക്കളെ നോക്കുക, എന്റെ ഇസ്സത്ത് മാനം കാത്തുസൂക്ഷിക്കുക എന്നതാണ്. എന്റെ ഭാര്യ തെരുവിൽ ഇറങ്ങി കച്ചവടം ചെയ്താൽ ഈ ഗല്ലിയിലുള്ളവർ എന്നെ നോക്കിച്ചിരിക്കും. നാണം കെടാൻ എന്നെ കിട്ടില്ല. നീ വീട്ടിലിരുന്നോണം. പൈസ കിട്ടിയില്ലെങ്കിൽ പട്ടിണി കിടക്കും. അത്രയേ എനിക്കറിയണ്ടൂ. ലക്നൌവിലെ ആളുകൾക്ക് ബിരിയാണി ഒരു വികാരമാണ്. ആ വികാരത്തെയാണ് നൂർജഹാൻ മുതലെടുത്തത്. അവൾ ഉണ്ടാക്കിയ ബിരിയാണിക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. 100 വർഷം പഴക്കമുള്ള ഒരു മുഗളായി രഹസ്യക്കൂട്ട്. അവൾ സ്വന്തമായി ഒരു പേര് നൽകി, നൂർ ബിരിയാണി. ഒരു ചെറിയ തട്ടിൽ അവൾ ബിരിയാണി ചെമ്പു തുറന്നു. സുഗന്ധമുള്ള ആവി അന്തരീക്ഷത്തിൽ പറന്നപ്പോൾ ആളുകൾ അവളുടെ കടയിലേക്ക് ആകർഷിക്കപ്പെട്ടു. അവളുടെ ബിരിയാണി പെട്ടെന്ന് ഹിറ്റായി. രുചി, ഓരോ അരിമണിയിലും മസാലയുടെ രുചി. ബിരിയാണിക്ക് അവൾ ഉപയോഗിച്ചിരുന്ന രഹസ്യക്കൂട്ട് മസാല ആളുകളെ വീണ്ടും വീണ്ടും ആകർഷിച്ചു. വില, സാധാരണ കടകളേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് അവൾ ബിരിയാണി നൽകി. ശുചിത്വം, ബുർഖ ധരിച്ച് അതീവ ശുചിത്വത്തോടെ കച്ചവടം ചെയ്യുന്ന നൂർജഹാൻ ആ തെരുവ് കച്ചവടക്കാർക്കിടയിൽ ഒരു വേറിട്ട കാഴ്ചയായി. നൂർജഹാന്റെ ബിരിയാണിക്കടയിൽ വലിയ തിരക്ക് തുടങ്ങി. എന്നാൽ ലാഭം മുഴുവൻ കൊണ്ടുപോയിരുന്നത് കട തുടങ്ങാൻ രഹസ്യമായി പണം നൽകിയ ഗ്രാമത്തിലെ വലിയ മുതലാളിയുടെ മോൻ അബ്ദുള്ള ആയിരുന്നു. നൂർജഹാൻ ബീഗം, ഇന്നത്തെ കച്ചവടത്തിൽ എത്ര ലാഭം കിട്ടി? നിന്റെ ദിവസക്കൂലി നീ എടുത്തോളൂ. ബാക്കിയുള്ള പണം എനിക്ക് തരണം. ഓർമ്മയുണ്ടല്ലോ, മാംസത്തിന്റെ ചെലവ് മുഴുവൻ എന്റേതാണ്. ഇതിലെനിക്ക് എന്ത് കിട്ടാനാ? എന്റെ ഈ കഷ്ടപ്പാടിന്റെ ഫലം ഇത്രയും മാത്രമേ ഉള്ളൂ. ചോദ്യം ചോദിക്കാൻ നിൽക്കണ്ട. നീയെങ്ങാൻ എതിർ പറഞ്ഞ ഈ കടം ഇപ്പ തന്നെ വീട്ടേണ്ടി വരും. അനക്കെന്ത് പറ്റുമെന്ന് നീ തന്നെ ഒന്ന് ആലോചിക്ക്. നിസ്സഹായായി നൂർജഹാൻ പണം നൽകി. ഭയത്താൽ ഇറച്ചി എവിടെ നിന്നാണ് ലഭിക്കുന്നതെന്നോ ലാഭം എങ്ങോട്ട് പോകുന്നു എന്നോ ചോദിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഇക്കാ കേൾക്ക്, ഇന്ന് കാറ്റിന് നല്ല വാസനയുണ്ട്. നൂർജഹാന്റെ ബിരിയാണിന്റെ മണമാ വരുന്നത്. വേഗം പോയി ഒരു പ്ലേറ്റ് വാങ്ങി വാ. നൂർജഹാൻ ബീഗം, ഇന്നത്തെ ബിരിയാണിക്ക് നല്ല മണമുണ്ടല്ലോ. എന്റെ കെട്ടിയോളയ്ക്ക് വേണ്ടി ഒരു പ്ലേറ്റ് പൊതിഞ്ഞു താ. നൂർജഹാൻ സഹോദരി, ഇന്ന് രാവിലെ എന്റെ 5 കോഴികളെ കാണാനില്ല. ഗ്രാമത്തിൽ ഏതോ കള്ളൻ കയറിയിട്ടുണ്ട്. ഏതെങ്കിലും മൃഗം കൊണ്ടുപോയതാണെന്ന് തോന്നുന്നു. മോഷണേനോ? ഇട്ടേ, നിങ്ങൾ കൂസണ്ട. അതൊക്കെ ചെറിയ കാര്യാ. നൂർജഹാന്റെ മനസ്സ് അവൾ ഉണ്ടാക്കുന്ന മാംസക്ഷണങ്ങളിലേക്ക് പോയിരുന്നു. അവളുടെ മുഖത്ത് ഭയം നിഴലിച്ചു. അടുത്ത ദിവസം ഗ്രാമത്തിലെ ബികാഷ് കാക്കയുടെ ആടിനെ കാണാതായി. മോഷണം നടന്ന ദിവസങ്ങളിൽ നൂർജഹാന്റെ ബിരിയാണി വിൽക്കുന്നതുമായി ഇതിന് ബന്ധമുണ്ടെന്ന് സുധീറും പ്രദീപ് ഉൾപ്പെടെയുള്ള നാട്ടുകാരും സംശയിച്ചു. മുഹമ്മദ് ഖാ, നമ്മക്ക് ആ ബിരിയാണി വിൽക്കുന്നോടെ അടുത്തേക്ക് പോണം. ഓളെ കൊണ്ട് സത്യം ചൊല്ലിക്കണം. എല്ലാവരും നൂർജഹാന്റെ അടുത്തെത്തി ചോദ്യം ചെയ്തു. അവൾക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. സത്യല്ല, ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല. എന്നോട് പൊറുക്കണേ. ആ ഇറച്ചി എനിക്ക് തന്നത് അബ്ദുള്ള ആണ്. ഓനാ ഇതിനു പിന്നിൽ. നൂർജഹാൻ എല്ലാ സത്യങ്ങളും വെളിപ്പെടുത്തി. തട്ടുകടയിടാൻ പണം നൽകിയ അബ്ദുള്ള ഗ്രാമത്തിലെ മൃഗങ്ങളെ മോഷ്ടിച്ച് മാംസം എത്തിക്കുകയും ലാഭം മുഴുവൻ കൊണ്ടുപോവുകയും ചെയ്തു. നിനക്ക് ലജ്ജ തോന്നണം. നീ എന്റെ മാനം മണ്ണിൽ കലക്കി.
നീ ഒരു കള്ളനായി മാറിയല്ലോ. അബ്ദുള്ളയുടെ ബാപ്പ അവനു കഠിനമായ ശിക്ഷ നൽകുകയും നാട്ടുകാരോട് മാപ്പ് ചോദിക്കുകയും ചെയ്തു. നൂർ ജഹാന്റെ കടങ്ങൾ അദ്ദേഹം എഴുതിത്തള്ളുകയും അവൾക്ക് സ്വതന്ത്രമായി ബിരിയാണി കച്ചവടം നടത്താനുള്ള അനുമതി നൽകുകയും ചെയ്തു. നൂർ ജഹാൻ എല്ലാ കടങ്ങളിൽ നിന്നും മുക്തയായി സ്വതന്ത്രമായി സ്വന്തം തട്ടുകട നടത്തിത്തുടങ്ങി. ഇർഫാൻ ആദ്യമായി നൂർ ജഹാന്റെ തട്ടുകടയുടെ അടുത്തേക്ക് വന്നു. ദാരിദ്ര്യത്തേക്കാൾ വലുതാണ് ഭാര്യയുടെ അഭിമാനം എന്ന് അയാൾ തിരിച്ചറിഞ്ഞിരുന്നു. നൂർ, എന്റെ മണ്ടത്തരം കാരണം നീ ഒരുപാട് കഷ്ടപ്പെട്ടു. എന്റെ ഇസ്സത്ത്, മാനം ഞാൻ വലുതായി കണ്ടപ്പോൾ നമ്മുടെ ജീവിതം എത്ര ചെറുതായി പോയി എന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ല. നീയാണ് ശരി നൂർ. എന്റെ ഭാര്യ പുറത്തുപോയി അധ്വാനിച്ചാൽ അത് നാണക്കേടല്ല, എന്റെ അഭിമാനമാണ്. നൂർ, നീ ശരിക്കും വ്യത്യസ്തയാണ്. ദാരിദ്ര്യത്തെ എനിക്ക് പേടിയില്ല ഇർഫാൻ ജി. നിസ്സംഗതയാണ് പേടി. ഭർത്താവിന്റെ പിന്തുണയുണ്ടെങ്കിൽ ഈ മണ്ണിൽ പോലും എന്റെ ബിരിയാണി സുഗന്ധം പരത്തും. ഇന്നത്തെ ഈ സ്വാതന്ത്ര്യം എന്റെ കഴിവോ കച്ചവടമോ കൊണ്ടല്ല, നിങ്ങളുടെ ഈ തിരിച്ചറിവ് കൊണ്ടാണ്. ഇങ്ങളോ? നിങ്ങൾ ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെയാണ്. ഈ ലോകം നിന്നെപ്പോലെയുള്ള ഒരാളെ അർഹിക്കുന്നില്ല. ഇരുവരും ആദ്യമായി മനസ്സു തുറന്ന് സംസാരിച്ചു. സത്യസന്ധനും ഇപ്പോൾ പിന്തുണ നൽകുന്ന മധുരമുള്ള ഒരു നല്ല ഭർത്താവും. ഇരുവരും ആദ്യമായി മനസ്സു തുറന്ന് സംസാരിച്ചു. നൂർ ജഹാന്റെ കൈകൾ ചേർത്തുപിടിച്ച് ഇർഫാൻ വാത്സല്യത്തോടെ അവളെ നോക്കി. അവരുടെ പഴയ ബന്ധം മരിക്കുകയും പുതിയ ശക്തമായ സ്നേഹം പിറവിയെടുക്കുകയും ചെയ്തു. പുതിയ കഥകൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാവോ?